എല്ലാവരും നല്ല ഒത്തൊരുമയോടെ നിൽക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷം. നമ്മളെ പള്ളിക്ക് തൊട്ട് മുമ്പിലാണ് പൊങ്കാല ഇടുന്നത്. എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു. എല്ലാ സൗകര്യവും ഉണ്ട്. വന്നപ്പോഴേ പറഞ്ഞു ആവശ്യമുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, കയറിയാൽ മതി എന്ന് പറഞ്ഞു. അതെ, തീർച്ചയായിട്ടും 19 വർഷമായിട്ട് നല്ല സഹായമുള്ള ഒരു പള്ളിയാണ്. അവർ വന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെള്ളം, ടോയ്ലറ്റ് സൗകര്യം എല്ലാം ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. വന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ മതസാഹോദര്യം അത് ഏതു തരത്തിലുള്ള വിദ്വേഷ സിനിമകൾ ഇറക്കിയാലും തകർക്കാൻ കഴിയാത്തതാണ്. കേരള സ്റ്റോറിയൊക്കെ പൂർണ്ണമായും തിരസ്കരിച്ചത് ആ മതസഹോദര്യം കൊണ്ട് തന്നെയാണ്. ആ സാഹോദര്യം തന്നെയാണ് നിലവിൽ കേരളത്തെ മുന്നോട്ട് നയിക്കുന്നതും. ഇന്ന് ആറ്റുകാൽ പൊങ്കാല തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ ആ മതസൗഹാർദ്ദത്തിൻ്റെ മറ്റൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. പാളയം എന്ന് പറയുന്നത് 3 മതവിശ്വാസികളുടെയും ആരാധനാലയങ്ങൾ ഉള്ള ഒരു ഇടമാണ്. ആ ഇടത്ത് അവർ വിശ്വാസികൾക്ക്, ഹിന്ദു വിശ്വാസികൾക്ക് പൊങ്കാലയിടാനെത്തുമ്പോൾ അതിനുള്ള സഹായവും സൗകര്യങ്ങളും ഒക്കെ ഒരുക്കി പാളയം മുസ്ലിം പള്ളിയും ഒപ്പം തന്നെ തൊട്ടടുത്തായുള്ള ക്രിസ്ത്യൻ ചർച്ചുമെല്ലാം സൗകര്യങ്ങൾ ഒരുക്കി അവർക്കൊപ്പം നിൽക്കുകയാണ്. വിശ്വാസികൾക്ക് ഒപ്പം നിൽക്കുന്ന കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. നേരത്തെ പാളയം ഇമാം ഷുഹൈബ് എലോവിയൊക്കെ വിശദീകരിച്ചതുപോലെ, അവർ ആഹ്വാനം ചെയ്തതുപോലെ എല്ലാ സാഹോദര്യത്തോടെയും ഭക്തർക്ക്, വിശ്വാസികൾക്ക് സൗകര്യങ്ങൾ ഒരുക്കണം എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനമായിട്ടുള്ള ആവശ്യം. എന്തായാലും ഇവിടെയുള്ള ആളുകൾ, പാളയം പള്ളിക്ക് തൊട്ട് മുന്നിലായി പൊങ്കാല അർപ്പിക്കാനായി എത്തിയ ആളുകളുണ്ട്. അവരുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് ചോദിക്കാം. നമ്മുടെ പള്ളിക്ക് തൊട്ട് മുമ്പിലാണ് പൊങ്കാല ഇടുന്നത്. എല്ലാ സൗകര്യങ്ങളും എല്ലാ സൗകര്യവും ഉണ്ട്. വന്നപ്പോഴേ പറഞ്ഞു ആവശ്യമുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, കയറിയാൽ മതി എന്ന് പറഞ്ഞു. ഈ നമ്മുടെ നാടിനെതിരായ ഒരു വിദ്വേഷ പ്രചരണമൊക്കെ നടക്കുന്ന ഘട്ടത്തിലാണ് പൊങ്കാല ഇടുന്നത്. നമ്മുടെ ഒരു സാഹോദര്യം ഊട്ടിയുറപ്പിക്കുന്നതാണോ? അതെ അതെ, അതിനുള്ള സഹായങ്ങളാണ് ചെയ്തത്. ലോകം തന്നെ ഒരു വലിയ യുദ്ധത്തിലേക്ക് പോവുകയാണ്. പലതരത്തിലുള്ള ഒരു വിശ്വാസപരമായിട്ടായിരിക്കും പൊങ്കാല അർപ്പിക്കുക. പല കാര്യങ്ങളും നിറവേറണം എന്നൊക്കെ ദേവിയോട് പ്രാർത്ഥിക്കുന്നതായിരിക്കും പൊങ്കാല ഇടുമ്പോൾ ഉണ്ടാവുക. ഒരു യുദ്ധത്തിനെതിരായ ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രാർത്ഥന പൊങ്കാലയിൽ ഉണ്ടാവും? ഉണ്ട്. ഇതെൻ്റെ ആദ്യത്തെ പൊങ്കാലയാണ്. അപ്പം എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ പൊങ്കാല ഇടുന്നത്. എവിടെയാണ് സ്ഥലം? കാട്ടാക്കട. ഓക്കെ, അങ്ങനെയാണ്. അതായത് സാഹോദര്യത്തിൻ്റെ ഭാഗമായ എല്ലാ സഹായവും പാളയം പള്ളിയിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസികൾ. പള്ളിക്ക് തൊട്ടടുത്തുള്ള പൊങ്കാലയർപ്പിക്കാനായി എത്തിയ ആളാണ് സംസാരിച്ചത്. അവർ ആ കാര്യം വിശദീകരിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ ലോകം മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് ഒക്കെ നീങ്ങുന്നു, വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുന്നു. അവിടെ നിന്ന് അത് അവസാനിപ്പിക്കാനുള്ള പ്രാർത്ഥന കൂടി ഈ പൊങ്കാലയിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഒരു യുവതി നമ്മളോട് സംസാരിച്ചത്. പൊങ്കാല ഇടുന്നത് മുസ്ലിം പള്ളിയുടെ തൊട്ട് മുന്നിലാണ്. അവരിൽ നിന്ന് സഹായമൊക്കെ ലഭിച്ചോ? അതെ, തീർച്ചയായിട്ടും 19 വർഷമായിട്ട് നല്ല സഹായമുള്ള ഒരു പള്ളിയാണ്. എല്ലാ സൗകര്യങ്ങൾക്കും ഞങ്ങൾക്ക് ഒരുക്കി തരുന്നുണ്ട്. ഒന്നിനും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമ്മൾ പൊങ്കാലയ്ക്ക് വന്നാൽ സുഖമായിട്ട് വന്ന് പൊങ്കാലയിട്ട് നമ്മൾ തിരികെ പോകുന്നു. എല്ലാ വർഷവും, ഈ വർഷം പറയും അടുത്ത കൊല്ലം കാണാം, അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ പിരിയാറ്. അതുപോലെ തന്നെ ഇപ്പം 19 വർഷമായി പതിവായിട്ട് പൊങ്കാല ഇവിടെ തന്നെയാണ് ഇടുന്നത്. എവിടെയാണ് വരുന്നത്? കൊല്ലത്തുനിന്നോ? ഞങ്ങൾ കൊല്ലത്തു നിന്നല്ല വരുന്നത്, പത്തനംതിട്ട മല്ലപ്പള്ളി എഴുമറ്റൂരെന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വരുന്ന ആൾക്കാരാണ്. ഇപ്പം ഈ വർഷം ഞങ്ങൾ വണ്ടി വിളിച്ച് 17 പേരാണ് വന്നേക്കുന്നത്. ആ 17 പേരും ഇവിടെ പഠിക്ക തന്നെയാണ് പൊങ്കാലയിടുന്നത്. ഈ പള്ളിക്കകത്തുള്ള സൗകര്യവും ഒരുക്കുന്നുണ്ട്. എല്ലാവരും ഇവിടെ വന്ന് ആ കുളിയോ തുടങ്ങുന്നത്. അങ്ങനെ ഉള്ള ഒരു ഒരുക്കങ്ങളാണ്. നമ്മൾ ഇതുവരെ കേൾക്കാത്ത കുറച്ച് കാലമായി നമ്മുടെ ഒരു മതസാഹോദര്യമൊക്കെ തകർക്കുന്ന നിലയിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് യാതൊരു തരത്തിലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. നമ്മളെ ഒരു കുടുംബം പോലെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമായി ഇതുവരെ നമുക്കുള്ളത്. നമ്മുടെ ഒരു മതസൗഹാർദ്ദം അങ്ങനെ തന്നെയാണ്. നമ്മുടെ മക്കൾ വെളി രാജ്യങ്ങളിലാണ്. അപ്പോൾ അവരെ വേറൊരു രാജ്യത്ത് കിടക്കുന്ന ആ ഒരു സ്നേഹം നമുക്ക് ഇവരോടുമുണ്ട്, ഇവർക്ക് നമ്മളോടുമുണ്ട്. അങ്ങനെ ആ ഒരു സ്നേഹത്തിലാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ പൊങ്കാലയിൽ പലതരത്തിലുള്ള ഒരു ആവശ്യങ്ങളുമായിരിക്കും ദേവിയോടൊക്കെ ആവശ്യപ്പെടുക. ഇപ്പോൾ ലോകത്ത് ഒരു വലിയ യുദ്ധം നടക്കുകയാണ്. നമ്മുടെ കുറേ സഹോദരങ്ങൾ അവിടെയുണ്ട്. അങ്ങനെ ആ യുദ്ധം അവസാനിക്കണം എന്നുള്ള പ്രാർത്ഥന ഉണ്ടാവും? തീർച്ചയായിട്ടും അത് മുന്നോട്ട് കൊണ്ടുപോകരുത്, ഉടൻ തന്നെ അവസാനിപ്പിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത്രയും മാത്രമേ. കാരണം നമ്മുടെ മക്കൾ വെളി രാജ്യങ്ങളിലാണ്. മകനുള്ളത് അബുദാബി, മോളുള്ളത് ദുബായ്. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ വെടിവെപ്പൊന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിന് ഭയങ്കര ഇതല്ലേ. അപ്പം ഞാൻ പറഞ്ഞിട്ട് ഈ ആറ്റുകാൽ പോകുന്നുണ്ട് പൊങ്കാല ഇടാൻ. അമ്മ നമ്മളെ അനുഗ്രഹിക്കും. അമ്മ പള്ളിയിൽ പൈസ ഇടണം. അമ്മ പള്ളിയിൽ പോകുമ്പം അവിടെ ചെന്ന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവിടെ ചെയ്തു എന്നാ മക്കളുടെ അനുഗ്രഹവും പറച്ചു. അതുകൊണ്ട് സുഖമായിട്ട് ഇതുവരെ വർഷം ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കേരളത്തിൻ്റെ മതസാഹോദര്യം അത് ഇതുപോലെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ
പൊങ്കാല അർപ്പിക്കാനെത്തുന്ന വിശ്വാസികളുടെ ഒക്കെ ആഗ്രഹം എന്ന് പറയുന്നത് അവർ ഈ യുദ്ധത്തിനെതിരായ ഒരു പ്രാർത്ഥന കൂടി ഇത്തവണത്തെ പൊങ്കാലയ്ക്ക് ഉണ്ടാകും എന്നുള്ളതാണ് വിശ്വാസികൾ ഉറപ്പ് നൽകുന്നത്. എന്താണ് പള്ളിയുടെ മുമ്പിൽ ഇപ്പോൾ പൊങ്കാലിടാനെത്തുമ്പോൾ അവരുടെ സഹായമൊക്കെ ലഭിക്കുന്നുണ്ട്? എങ്ങനെയാണ്? അതെ, അവർ വന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളം, ടോയ്ലറ്റ് സൗകര്യം എല്ലാം ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. വന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ തിരുവനന്തപുരം തന്നെ. എപ്പോഴും ഇവിടെ തന്നെയാണോ പൊങ്കാലയിടുന്നത്? അല്ല, ഞാൻ ആദ്യമായിട്ടാണ്. ഞാൻ നേരത്തെ ഇവരോടൊക്കെ ചോദിച്ചതുപോലെ പൊങ്കാലയുടെ പ്രാർത്ഥന പലതുണ്ടാവും. പൊങ്കാല നിവേദ്യം ദേവിക്ക് അർപ്പിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രാർത്ഥനകളുണ്ടാവും. ഇത്തവണ നമ്മുടെ പ്രവാസികൾ, നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ വിദേശത്ത് നിൽക്കുന്നുണ്ട്, ഗൾഫ് രാജ്യങ്ങളിൽ. അവരൊക്കെ ആശങ്കയിലാണ്. അങ്ങനെ ഒരു യുദ്ധം അവസാനിപ്പിക്കപ്പെടണം എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രാർത്ഥന മനസ്സ് നിറഞ്ഞുണ്ട്. അതുതന്നെയാണ്, ഇതാണ് മലയാളികളുടെ മനസ്സ്, മലയാളികളുടെ ഭാഷ എന്ന് പറയുന്നത്. അത് ഏതെങ്കിലും തരത്തിലുള്ള വിദ്വേഷ പ്രചരണത്തിലൂടെ അവസാനിപ്പിക്കപ്പെടുന്നതല്ല, അതിനൊരു മാറ്റമുണ്ടാകുന്നതല്ല. ഇത്തവണ യുദ്ധം അവസാനിക്കണം, അതായത് പശ്ചിമേഷ്യൻ നാടുകളിൽ നടക്കുന്ന സംഘർഷങ്ങൾ അവസാനിക്കണം എന്നുള്ള പ്രാർത്ഥന കൂടി കൊണ്ടാണ് ദേവിക്ക് പൊങ്കാല അടുപ്പിൽ നിവേദ്യം അവർ ഒരുക്കുന്നത്. അല്പസമയത്തിനകം നിവേദ്യം ഒരുക്കുന്ന നടപടികളൊക്കെ ആരംഭിക്കും. ചേച്ചി, ഇപ്പോൾ പൊങ്കാല നിവേദ്യം അർപ്പിക്കാൻ പോവുകയാണ്. അതിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പാളയം പള്ളിക്ക് മുന്നിലാണ്. വലിയ സഹകരണം അവർ തരുന്ന ഒരു വലിയ കാര്യമാണ്. മറ്റൊരാളും അർഹിക്കാത്ത ഒരു കാര്യമാണ് അവർ ചെയ്തു തരുന്നത്. നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നല്ല വൃത്തിയായിട്ടുള്ള ശുചിമുറികളും എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ അവർ സൂക്ഷിച്ച്, നമ്മൾ അതിരാവിലെ വന്നവരാണ്. വന്നപ്പോൾ തന്നെ അവർ പറഞ്ഞ് കുളിക്കാനോ കഴുകാനോ ഒക്കെ ഉണ്ടെങ്കിലും കയറി ചെയ്തോളി, നിങ്ങളെല്ലാവരും നമുക്കൊരുപോലെയാണ്, നിങ്ങൾ കയറി ചെയ്തോളി എന്ന് അധികം. എന്തായാലും അത് തന്നെയാണ്. മോളെ പോലെ എങ്ങനെയാണ് പൊങ്കാല അർപ്പിക്കാൻ വരുമ്പോൾ നമ്മൾ ഈ അടുത്ത് കേരള സ്റ്റോറിയെ പറ്റിയൊക്കെ കേട്ടിട്ടില്ലേ അല്ലേ? കേരള സ്റ്റോറി 2ാം പാർട്ട് ഇറങ്ങുന്നു, ഒരു മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നതിലാണ്. പക്ഷേ അതിൽ നല്ല വ്യത്യസ്തമായി ഇപ്പോൾ ഈ പൊങ്കാല അർപ്പിക്കാൻ വന്നത് പാളയം പള്ളിക്ക് മുന്നിലാണ്. അവരിന്ന് എല്ലാ സഹായം ലഭിക്കുന്നത്. എങ്ങനെയാണ് കാണുന്നത്? എല്ലാവരും നല്ല ഒത്തൊരുമയോടെ നിൽക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷം. ഒരു മതവിദ്വേഷമൊക്കെ നടക്കുന്ന നാടായി കേരളത്തെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിനെപ്പറ്റി എങ്ങനെ അഭിപ്രായം? അങ്ങനെ എല്ലാവരും തുല്യമായിട്ട് എല്ലാവരെയും കാണുന്നുണ്ട്. ജാതി മത വ്യത്യാസമൊന്നുമില്ല. പഠിക്കുകയാണോ? പഠിക്കുന്ന ആളായോണ്ടാ ഞാൻ ചോദിച്ചത്. പുതുതലമുറയുടെ എങ്ങനെയാ അങ്ങനെ ഒരു മതവിദ്വേഷം ഉണ്ടാവുമോ കേരളത്തിൽ? ഇല്ല, ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ഇല്ല. സാഹോദര്യത്തിൽ തന്നെ മുന്നോട്ട് പോകും. അതെ അതെ. ആരെങ്ങനെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാലും അത് ഏറ്റെടുക്കില്ല. ഇല്ല. അങ്ങനെയാണ് യുവതലമുറ എന്നുള്ള നിലയിൽ. അതാണല്ല. ഇപ്പൊ യുദ്ധം നടക്കുകയാണ് പശ്ചിമേഷ്യയിൽ. അതൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഗൾഫ് രാജ്യങ്ങളിലൊക്കെ യുദ്ധം നടക്കുകയാണ്. ഇപ്പോൾ ഈ പൊങ്കാലയ്ക്ക് പല പ്രാർത്ഥനകളുണ്ടാവും. പഠനം, ജോലി, അങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകളുണ്ടാവും. ഭാവി ജീവിതത്തെ പറ്റിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ യുദ്ധം അത് മലയാളികളെ പ്രത്യേകിച്ച് ഭയങ്കര ആശങ്കയിലാക്കിയ കാര്യമാണ്. കുറേ പ്രവാസികളുണ്ടല്ലോ. അപ്പോൾ അവർക്കായുള്ളൊരു പ്രാർത്ഥന മാറ്റിവെക്കും. തീർച്ചയായിട്ടും നമുക്ക് വേണ്ടിയൊക്കെയല്ലേ അവർ അന്യനാട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥന ഉണ്ടാവും. അത് തന്നെയാണ്. എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഇത്തവണ പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അവരുടെ ആഗ്രഹങ്ങൾക്ക് ഒപ്പം തന്നെ നമ്മുടെ മലയാളികളുടെ, പ്രവാസികളുടെ ആശങ്കകൾ കൂടി അതിൽ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി, ഒരു പ്രാർത്ഥനയുടെ ഭാഗമായി അവർ മാറ്റും എന്നുള്ളതാണ് അവർ തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും പാളയം പള്ളി, പാളയം നഗരം എന്ന് പറയുന്നത് പാളയം ചന്തയോട് ചേർന്നുള്ള ഭാഗമാണ്. അവിടെ 3 മതസ്ഥരുടെയും ആരാധനാലയങ്ങൾ ഉണ്ട്. ആ ആരാധനാലയങ്ങൾ കേരളത്തിൻ്റെ ഒരു മതനിരപേക്ഷതയുടെ, മത സാഹോദര്യത്തിൻ്റെ ഒരു പ്രതീകമായി ഇങ്ങനെ നിലനിൽക്കുകയാണ്. ആ ചിത്രങ്ങൾ മലയാളികൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ്. ആ ചിത്രങ്ങൾ എല്ലാ തരത്തിൽ, ഏതെങ്കിലും തരത്തിൽ മതവിദ്വേഷം പ്രചരിപ്പിക്കാൻ, നാട്ടിലേക്ക് അത്തരത്തിൽ മതവിദ്വേഷം കുത്തിയിറക്കാനൊരു നീക്കം നടത്തുന്ന ഘട്ടത്തിലും ആ ചിത്രം തന്നെയാണ് എന്തായാലും ആദ്യം മലയാളികളുടെ മനസ്സിലേക്ക്, അവരുടെ വാട്സപ്പ് സ്റ്റാറ്റസുകളിലേക്ക്, അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലേക്ക് ഒക്കെ ഒഴുകിയെത്തുന്നത്. മറ്റൊരു മതസാഹോദര്യത്തിൻ്റെ ഒരു പ്രതീകമായി ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാല മാറുകയാണ്. ബിജു മടവൂരിനൊപ്പം വിജിൻ വായാന്തോൺ, മീഡിയ 1.